എന്ന് പറഞ്ഞവരെ ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാളാണ്. തിരുഹൃദയത്തിന്റെ തിരുനാൾ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യം തന്നെ സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോയുടെ കുരിശുമരണത്തിന്റെ അവസാനത്തെ സമയങ്ങളാണ്. അതായത് ക്ലൈമാക്സ് സീനാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പറയുകയാണ് ഈശോയുടെ മരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പടയാളികളിൽ ഒരുവൻ അവിടുത്തെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അവിടുന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് പറയുകയാണ്. ഈശോ വിശുദ്ധ ഫൗസ്റ്റിനേക്ക് വെളിപ്പെടുത്തിയ ചില വെളിപ്പെടുത്തലുകളിൽ ഈശോ ഫൗസ്റ്റിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഈ 3 മണി സമയത്ത് ക്ലോക്കിൽ 3 മണി അടിക്കുന്ന സമയത്ത് നീ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്ന് കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ആ ഒരു മണിക്കൂറിലാണ് ദൈവത്തിന്റെ കരുണ ഈശോയിലൂടെ ഏറ്റവും കൂടുതലായിട്ട് ലോകത്തിന് ലഭിച്ചത്. അപ്പോൾ കൃത്യം ആ ഒരു 3 മണി സമയത്ത് ആ ഒരു മണിക്കൂറിൽ തന്നെ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് ഫൗസ്റ്റിനോട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയം കിട്ടുന്നില്ലെങ്കിൽ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നുണ്ട്. ഒന്നിനും സമയം കിട്ടുന്നില്ലെങ്കിൽ ഈശോ പറയുന്ന ഏറ്റവും ചെറിയൊരു പ്രാർത്ഥന വിശുദ്ധ ഫൗസ്റ്റിനേക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈശോയുടെ തിരുവിലാവിൽ നിന്നും പുറപ്പെട്ട ഈ തിരുരക്തത്തിനും തിരുജലത്തിനും ദൈവത്തിന്റെ കരുണ നമ്മളിലേക്ക് ഒഴുക്കാനുള്ള വലിയൊരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഫൗസ്റ്റിനയിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ്, ഈശോയുടെ ഹൃദയം മുഴുവൻ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു, ഇത് കരുണയാൽ നിറഞ്ഞിരിക്കുന്നു, മനുഷ്യരോടുള്ള കാരുണ്യം ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരു ഹൃദയമായിരുന്നു പറയുകയാണ്. ആ ഹൃദയത്തിന്റെ തിരുനാളാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്, നമ്മൾ ആഘോഷിക്കുന്നത്. സ്നേഹമുള്ളവർ, ഇന്ന് നമ്മുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈശോയുടെ ഹൃദയത്തില് പാപിയായി എനിക്കും സ്ഥാനമുണ്ട് എന്നുള്ളൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആ ഒരു ബോധ്യം നമുക്ക് പ്രത്യാശ പകരട്ടെ. ഈ പ്രത്യാശയിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് അഭയം തേടാം. നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.